ഹലോ ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് എഡ്യു ഫോക്കസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോൾഡോവ എന്ന രാജ്യത്തിലെ MBBS പ്രോഗ്രാംസിനെ കുറിച്ചാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എഡ്യൂകെയർ ഇൻ്റർനാഷണലിൻ്റെ സിഇഒയും സീനിയർ കൺസൾട്ടൻറ്റുമായിട്ടുള്ള മിസ്റ്റർ ബെൻസൺ മാളിയേക്കലാണ്. വെൽക്കം സർ. താങ്ക് യു. സോ ലാസ്റ്റ് വീക്ക് നമ്മൾ അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ MBBS പ്രോഗ്രാംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മുടെ മലയാളി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ? എഡ്യൂകെയർ ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനം അതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യമെന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് എഡ്യൂക്കേഷൻ അബ്രോഡ്. നമ്മൾ മോട്ടോ ഏതാണ്? കോസ്റ്റ് എഫക്റ്റീവ് എഡ്യൂക്കേഷൻ അബ്രോഡ്. അപ്പം കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒട്ടനവധി യൂണിവേഴ്സിറ്റികൾ ഇന്ത്യക്ക് പുറത്തുണ്ട്. വളരെ വിശദമായിട്ടുള്ള റിസർച്ചിന് ശേഷം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സർവകലാശാലകൾ, മെഡിക്കൽ കോളേജുകൾ, യൂണിവേഴ്സിറ്റികളാണ് നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം ഒരു സാധാരണ മലയാളി പാരൻറ്റിനെ സംബന്ധിച്ച്, രക്ഷിതാവിനെ സംബന്ധിച്ച് ഭീമമായ ഫീസ് കൊടുത്ത് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ, കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതും പ്രയാസമേറിയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ 13-ാം തീയതി കഴിഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ 13-ന് കഴിഞ്ഞ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഈ മാസം അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ 10-ന് മുമ്പ് ഡെഫിനറ്റ്ലി വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരിക്കും. അതിനെ തുടർന്ന് അലോട്ട്മെൻറ്റും മെറിറ്റ് ലിസ്റ്റും അതുപോലുള്ള കുറേ കടമ്പകൾ ഇനി വരുന്നുണ്ട്. എന്നിരുന്നാലും 95% വിദ്യാർത്ഥികൾക്കും നിർഭാഗ്യവശാൽ കേരളത്തിൽ തന്നെ പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല. കാരണം നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡഡ് ദ എക്സാമിനേഷൻ, ആ റേഷ്യോ നോക്കുകയാണെങ്കിൽ, സീറ്റ് അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ്, ഈ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ 95% സ്റ്റുഡൻസിനും അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള യാതൊരു ചാൻസും ഇല്ല. അത് NRI സീറ്റായാലും ഗവൺമെൻറ് സീറ്റായാലും മാനേജ്മെൻറ്റ് സീറ്റുകളായാലും ചാൻസുകളില്ല. ഈ വിദ്യാർത്ഥികൾക്ക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, മെഡിസിൻ പഠിക്കണമെങ്കിൽ ഇനിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിദേശത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് അധികം പൈസ ചിലവഴിക്കാതെ പഠിക്കാനായിട്ടുള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളും ഒത്തിരി റിസർച്ച് നടത്തിയ ശേഷമാണ് ഈ അസർബൈജാൻ യൂണിവേഴ്സിറ്റി എന്ന ഒരു നല്ല സ്ഥാപനത്തെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പരിചയപ്പെടുത്തിയത്. കഴിഞ്ഞ 5-6 വർഷങ്ങളായി മലയാളി സ്റ്റുഡൻസ് അവിടെ പഠിച്ചു വരുന്നു. ഇതുകൂടാതെ ഈ സെയിം എക്സ്പെൻസോടെ പഠിക്കാൻ പറ്റുന്ന മറ്റൊരു രാജ്യമാണ് മോൾഡോവ. നിങ്ങളിൽ പലർക്കും മോൾഡോവ എന്നത് പുതിയ ഒരു പേരായിരിക്കും. ആ ഒരു രാജ്യത്തിനെക്കുറിച്ച് വളരെയധികമൊന്നും സാധാരണ ഒരു മലയാളി അറിയാൻ ചാൻസ് ഇല്ല. മോൾഡോവ എന്നുള്ളത് യൂറോപ്പിലെ, കിഴക്കൻ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ്. USSRൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 20 വർഷങ്ങൾ കഴിഞ്ഞു. മോൾഡോവ, റിപ്പബ്ലിക് ഓഫ് മോൾഡോവയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉക്രൈൻ, റൊമേനിയ, ഈ 2 രാജ്യങ്ങളുടെ അരികിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് മോൾഡോവ, റിപ്പബ്ലിക് ഓഫ് മോൾഡോവ. അപ്പോൾ അത് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രീൻ കൺട്രി. അത് നഗരമായാലും ഗ്രാമങ്ങളായാലും ഒരു പച്ചപ്പിൻ്റെ ഒരു വിധാനമാണ് ആ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടൂറിസത്തിന് ഒട്ടനവധി സാധ്യതകളുള്ള ഒരു രാജ്യമാണ്. ടൂറിസം ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ്. 1945-ലാണ് നിക്കോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി ആരംഭിക്കുന്നത്. അത് അവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഇന്ത്യക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്താണോ അതാണ് നിക്കോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി മോൾഡോവയ്ക്ക്. ഈ യൂണിവേഴ്സിറ്റി റാങ്കിങ് വൈസ് ആയാലും ടെക്നോളജി വൈസ് ആയാലും നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതെല്ലാം കൺസിഡർ ചെയ്യുകയാണെങ്കിലും വളരെയധികം മെച്ചപ്പെട്ട പ്രോഗ്രാംസും മെച്ചപ്പെട്ട സൗകര്യങ്ങളുമാണ് വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക്
കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് മോൾഡോവ. അതിലെ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് നിക്കോൾസ് ടെസ്റ്റ്മിറ്റാവ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി. So what are the advantages of studying in Moldova? യെസ്, ഓഫ് കോഴ്സ് നമ്മൾ മെഡിസിൻ പഠിക്കുക എന്നുള്ളത് ഒരു മെഡിക്കൽ ഡിഗ്രി നേടി ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഒരു മോഡേൺ മെഡിസിൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡിഗ്രി നേടുക. അവർ ചിലപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാം, ചിലപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കും അവരുടെ ജീവിതം അവർ കരുപിടിപ്പിക്കാൻ പോകുന്നത്. മോൾഡോവയിലേക്കുള്ള ഒരു വിദ്യാർത്ഥിയുടെ പ്രയാണത്തിൽ എന്തുകൊണ്ടൊരു കുട്ടി ആ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ലിജിയുടെ ക്വസ്റ്റ്യൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലോവസ്റ്റ് ട്യൂഷൻ ഫീസ് ഇൻ യൂറോപ്പ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഇയർ ഫീസ് എന്ന് പറയുന്നത് 4,300 യൂറോയാണ്. യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് യൂറോയിലാണ് അവിടുത്തെ സാമ്പത്തിക ഇടപാടുകളെല്ലാം നടക്കുന്നത്. അപ്പം 4,300 യൂറോ എന്ന് പറയുന്നത് ഏകദേശം 19,000 ദിറംസ്, ബിറ്റ്വീൻ 19,000 ആൻഡ് 20,000 ദിറംസ്. അപ്പോൾ ഇവിടെ സാധാരണ ഒരു രക്ഷിതാവ് സ്കൂൾ ഫീസായിട്ട് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് തന്നെയാണ് മോൾഡോവയിലും വരുന്നുള്ളൂ. അപ്പം 4,300 യൂറോയാണ് ആവറേജ് ഫീസായിട്ട് വരുന്നത്. അതേസമയം ഫസ്റ്റ് ഇയറിൽ കുറച്ച് കുറവുണ്ട് ഫീസ്. ഫസ്റ്റ് ഇയർ ഫീസ് എന്ന് പറയുന്നത് 4,000 യൂറോ മാത്രമേ ഉള്ളൂ. ഒരു 300 യൂറോയുടെ കുറവ് ഫസ്റ്റ് ഇയറിലുണ്ട്. അതേസമയം 2, 3, 4, 5, 6 ബാക്കിയുള്ള 5 വർഷങ്ങളിലും 4,300 ആയിരിക്കും അവിടുത്തെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. മോൾഡോവ എന്ന രാജ്യത്തിലെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ ലോവസ്റ്റ് ലിവിങ് കോസ്റ്റ് ഇൻ യൂറോപ്പ് എന്നുള്ളതാണ്. ഏകദേശം $150 to $200 ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു മാസത്തെ ഭക്ഷണം, അവരുടെ എൻ്റർടൈൻമെൻറ്റ്സ്, ജിംനേഷ്യം, യാത്ര മുതലായ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു 500-600 ദിറംസേ വരുന്നുള്ളൂ. അപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടോ? അല്ല, അതെ, ഈ മോൾഡോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായിട്ട് സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പെൺകുട്ടികൾക്ക് ഒരു ബിൽഡിംഗ്, ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ബിൽഡിംഗ്. അതിനകത്ത് ഇന്ത്യൻ ഫുഡും ലഭിക്കുന്ന മെസ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സാധാരണ വിദ്യാർത്ഥി ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മോൾഡോവയിൽ ചെല്ലുകയാണെങ്കിൽ ഒരു കാരണവശാലും യൂറോപ്യൻ ഫുഡിൽ സ്ട്രക്കാകേണ്ട ആവശ്യമില്ല. അവർക്ക് ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ ഭക്ഷണ രീതി, അത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അത് ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമുള്ള ഹോസ്റ്റലാണ്. ഈ ഒരു കാര്യം നമുക്കവിടെ പ്രാവർത്തികമാക്കാൻ സാധിച്ചത് ഇന്ത്യൻ സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന്, അതല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം കൊണ്ടാണ്. 600-ലധികം സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പോൾ ആ ക്യാമ്പസിലുണ്ട്. മനസ്സിലായോ? അതൊരു വലിയ നമ്പറാണ്. അത് ഓരോ വർഷവും അത് കൂടിക്കൂടി വരുന്നു. അപ്പോൾ അത്രയും അധികം മലയാളി സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നത് കൊണ്ട് സെപ്പറേറ്റ് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള താമസ സൗകര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ ഈ വിസ, സ്റ്റുഡൻറ്റ് വിസ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ? മോൾഡോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരല്പം വ്യത്യസ്തമാണ്. മറ്റുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും വർഷത്തിൽ ഒരു അഡ്മിഷൻ സീസണാണുള്ളത്. അത് സെപ്റ്റംബർ, ഒക്ടോബറാണ് മറ്റുള്ള രാജ്യങ്ങളിലെ അഡ്മിഷൻ. അവർക്ക് പിന്നെ ആ അഡ്മിഷൻ ആരംഭിക്കണമെങ്കിൽ ഒരു വർഷം കഴിയണം. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സാധാരണ പോളണ്ടിലായാലും ചെക്ക് റിപ്പബ്ലിക്കിലായാലും അതല്ലെങ്കിൽ ഹംഗറിയിലായാലും അഡ്മിഷൻസ് ഉള്ളത്. അതേസമയം മോൾഡോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ
സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു സീസണുണ്ട്. ഓക്കെ. അടുത്തൊരു ബാച്ച് ഫെബ്രുവരി മാർച്ചിലുണ്ട്. അപ്പോൾ വർഷത്തിൽ 2 ബാച്ചുകളാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ വർഷം നീറ്റ് എഴുതി വളരെ പ്രതീക്ഷയോടെ അഡ്മിഷൻ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു വർഷം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും ഫെബ്രുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷന് വേണ്ടി ശ്രമിക്കാവുന്നതുമാണ്. ഈ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ വിസ അത് നമ്മളാണ് അതിൻ്റെ ഏജൻസി, അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് മോൾഡോവയ്ക്ക് അബുദാബിയിൽ എംബസി ഉണ്ട്. അപ്പം അബുദാബിയിൽ നിന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മോൾഡോവയ്ക്കുള്ള സ്റ്റഡി വിസ കിട്ടുന്നതാണ്. അപ്പം അതിനു വേണ്ടുന്ന എല്ലാ ഡോക്യുമെൻസും നമ്മൾ യൂണിവേഴ്സിറ്റി വഴി അറേഞ്ച് ചെയ്തിട്ട് കുട്ടികൾക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്റ്റുഡൻറ് വിസയുടെ കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മോൾഡോവയിലേക്കുള്ള യാത്ര മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ അത്ര ഈസി അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരു മറ്റു ലോകത്തിന് മുന്നിൽ തുറന്നു വരുന്നേ ഉള്ളൂ ആ രാജ്യം. ഇപ്പോൾ ടൂറിസം എല്ലാം ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതുകൊണ്ട് ഗൾഫിൽ നിന്ന്, പ്രത്യേകിച്ച് UAE നിന്നൊരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇപ്പോൾ മോൾഡോവയുടെ തലസ്ഥാനമായ ഷിഷ്നു എന്ന നഗരത്തിലേക്കില്ല. അതേസമയം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ദുബായിൽ നിന്ന് മോസ്കോ വഴി മോൾഡോവയിലേക്ക് യാത്ര ചെയ്യാം. അതല്ലെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മോൾഡോവയിലേക്ക് കണക്ഷനുണ്ട്. ഒരു സിംഗിൾ ഫ്ലൈറ്റിൽ നമുക്ക് മോൾഡോവയിലെത്താൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് മാറി കയറേണ്ട ആവശ്യങ്ങളുണ്ട്. അത് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ഏകദേശം ഒരു 12 മുതൽ 16 മണിക്കൂറുകൾ വരെ എടുക്കാവുന്ന യാത്രാ ദൈർഘ്യം മോൾഡോവയിലെത്താനുണ്ട്. യെസ്. അപ്പോൾ ഇതുകൂടാതെ ഈ യൂണിവേഴ്സിറ്റിക്കുള്ള എന്തൊക്കെ റെക്കഗ്നീഷൻസ് ആണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉള്ളത്? ഒരു വിദേശ സർവകലാശാല മെഡിസിൻ പഠനത്തിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളും മാതാപിതാക്കളും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഏറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അവരുടെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് എൻ്റെ ഉത്തരം അതിന് യെസ് എന്നാണ്. മോൾഡോവ നിക്കോള ടെസ്റ്റ്മെറ്റാവ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫാർമസി ആൻഡ് മെഡിസിൻ അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. തന്മൂലം നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മോൾഡോവയിൽ മെഡിസിൻ പഠിച്ച ശേഷം അവർക്ക് ഇന്ത്യയിൽ തിരികെ വന്ന് ഫോറിൻ FMG എക്സാം, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാം എഴുതി ഇന്ത്യൻ മെഡിക്കൽ ലൈസൻസ് നേടി ഇന്ത്യയിലൊരു ഡോക്ടറായിട്ട് സേവനം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ അവരുടെ ഉപരിപഠനം MD ലെവൽ സ്റ്റഡീസ്, സ്പെഷ്യലൈസേഷൻ അത് ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയിലാണ് ഒരു വിദ്യാർത്ഥി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മോൾഡോവയിലെ സിലബസ് USMLE യുണൈറ്റഡ് സ്റ്റേറ്റ് മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷന് കോമ്പാറ്റബിൾ ആണ്. വിത്ത് അഡീഷണൽ ലേണിംഗ് ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഏബിൾ ടു അറ്റൻഡ് ദ USMLE സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ആൻഡ് ദ ഇൻ്റർവ്യൂസ്. ഓക്കെ. ഇനി അതല്ല, ആ വിദ്യാർത്ഥി UK നോക്കുന്നതെങ്കിൽ പ്ലാബ് എക്സാമിനും ഈ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ UK ജനറൽ മെഡിക്കൽ കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന പ്ലാബ് എന്ന എക്സാമിനേഷനും മോൾഡോവയിലെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. അപ്പം അന്താരാഷ്ട്ര ലെവലിൽ എല്ലാ റെക്കഗ്നേഷനുമുണ്ട്. അതുകൂടാതെ മോൾഡോവ എന്നത് യൂറോപ്യൻ യൂണിയൻ എക്സ്റ്റെൻഡഡ് മെമ്പറാണ്. അതിൻ്റെ അർത്ഥം അവർ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പ്രവേശന പാതയിലാണ്. ഓൾറെഡി യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതേപോലെ ഷെങ്കൻ റീജിയനിലേക്ക് അവർ വന്നിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ എക്സ്റ്റെൻഡഡ് മെമ്പർഷിപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മോൾഡോവയിൽ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ്, ലൈസൻസുകൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളുടെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മോൾഡോവയിലെ ഡോക്ടേഴ്സിന് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കവിടെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ മോൾഡോവ യൂണിവേഴ്സിറ്റി ECTS ഫോളോ ചെയ്യുന്നതാണ്. ECTS എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. ആ വിദ്യാർത്ഥി പഠിക്കുന്ന ഓരോ സബ്ജക്റ്റിനും
ECTS ക്രെഡിറ്റ്സ് കിട്ടുന്നതാണ്. ഓക്കെ. ഇപ്പോൾ അനാറ്റമി എന്ന് പറയുന്ന സബ്ജക്റ്റ് അവർ പാസ്സാകുമ്പോൾ അവർക്ക് 6 ക്രെഡിറ്റ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ 9 ക്രെഡിറ്റ്സ് കിട്ടുന്നു, 9 ക്രെഡിറ്റ്സ് കിട്ടുന്നു. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഫിക്സ്ഡ് ക്രെഡിറ്റ്സ് ഉണ്ട്. ഓക്കെ. ഇനി 3 വർഷത്തിന് ശേഷം മോൾഡോവയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് തുടർ പഠനം ആഗ്രഹിക്കുന്നത് പോളണ്ടിലാണെന്ന് കരുതുക. ഓക്കെ. അതല്ലെങ്കിൽ അവർക്ക് ഓസ്ട്രിയയിൽ പഠിക്കണം, മറ്റുള്ള ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് അവർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞാൽ, 3 വർഷം എന്ന് പറയുന്നത് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസാണ്. ഓക്കെ. അപ്പം 3 വർഷത്തിന് ശേഷം അവർക്ക് ആ ക്രെഡിറ്റ്സ് മറ്റുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പഠനം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പം ട്രാൻസ്ഫർഷിപ്പ് ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റീസ്, ബിറ്റ്വീൻ കൺട്രീസ് ആർ പോസിബിൾ ബിക്കോസ് ഇറ്റ് ഫോളോസ് ദ ECTS ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. യൂറോപ്പിലും UK-യിലും USA-യിലും ഇന്ത്യയിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലും ഈ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണ്. സോ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെ എലിജിബിലിറ്റിയാണ് വേണ്ടത്? എന്തൊക്കെയാണ് ഈ അഡ്മിഷൻ ക്രൈറ്റീരിയാസ്? മോൾഡോവ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടി നിർബന്ധമായും വിദ്യാർത്ഥി ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ സയൻസ് സബ്ജക്ട്സിൽ 60% കുറയാത്ത മാർക്ക് നേടിയിരിക്കണം. 60%. നിർബന്ധമായും അവർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് +2 പാസ്സാകേണ്ടത്. ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നതാണ്. നേരിട്ട് പ്രവേശനം മോൾഡോവ യൂണിവേഴ്സിറ്റിയിലേക്ക് സാധിക്കില്ല. യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇന്ത്യ, UAE, സൗദി അറേബ്യ ഈ രാജ്യങ്ങളിലെല്ലാം സന്ദർശിക്കുകയും പ്രോസ്പെക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസിനെ നേരിട്ട് കണ്ട്, അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യും. ഈ ഡീൻ അടക്കമായിട്ടുള്ള ഒരു ടീം ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സാണ് ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നത്. അവരെ നേരിട്ട് കണ്ട് ലാംഗ്വേജ് ഇൻ്റർവ്യൂ, ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഈ 2 കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് അതിൽ സക്സസ് ആകുന്ന കുട്ടികൾക്കാണ് പ്രവേശനം സാധ്യമാകുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് 60% മുകളിൽ മാർക്ക് ലഭിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പം പ്രവേശനം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. അതേസമയം അവരുടെ സർട്ടിഫിക്കറ്റ്സ്, ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും യൂറോപ്പിൽ യൂസ് ചെയ്യണമെങ്കിൽ അത് ഒരു ലീഗലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ വഴി പോകുന്ന സ്റ്റുഡൻസിൻ്റെ അറ്റസ്റ്റേഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ അപ്പോസ്റ്റലിംഗ് പ്രോസസ്സ്, ഇത് എഡ്യൂക്കെയറിൻ്റെ ഓഫീസാണ് നിർവഹിക്കുന്നത്. അപ്പം അതല്ലാതെ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്ത്യ, കാരണം CBSE സർട്ടിഫിക്കറ്റ്സ് ആണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഫോറിൻ ആൻഡ് എക്സ്റ്റേണൽ മിനിസ്ട്രി ഉള്ളത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ അവരത് അറ്റസ്റ്റ് ചെയ്തിട്ട് അപ്പോസ്റ്റൽ ചെയ്ത് തരണം. എന്നാൽ മാത്രമേ ഈ കുട്ടിയെ ഒരു സ്റ്റുഡൻ്റായിട്ട്, ഈ വിദ്യാർത്ഥിയെ ഒരു രജിസ്റ്റേർഡ് സ്റ്റുഡൻ്റായിട്ട് മോൾഡോവയ്ക്ക് പരിഗണിക്കാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് പ്രാഥമികമായിട്ട് വേണ്ടുന്ന എൻട്രി ഡോക്യുമെൻറ്റ്സ്. സോ വി നീഡ് ഓൾ ദ ലീഗലൈസ്ഡ് സർട്ടിഫിക്കറ്റ്സ്, വി നീഡ് പാസ് ഓഫ് ഹൈസ്കൂൾ, എൻട്രൻസ് എക്സാം ആൻഡ് ഇൻ്റർവ്യൂ പാസ്സാകണം. അതുകൂടാതെ ഈ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്ത് കിട്ടുകയും വേണം. ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കും. അതെ. ആപ്ലിക്കേഷന് വേണ്ടുന്നത് 50 യൂറോയാണ്. അപ്പോൾ 200 ദിർഹംസാണ് മോൾഡോവയിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീസ്. ഇത് കൂടാതെ വേറെ എന്തൊക്കെ കോഴ്സുകളാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്? മോൾഡോവ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിനാണ് പ്രാഥമികമായിട്ടും നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് നോക്കുന്ന കോഴ്സ്. അവർക്ക് ഡെൻറ്റിസ്ട്രി പ്രോഗ്രാമുണ്ട്, അതുകൂടാതെ ഫാർമസി പ്രോഗ്രാമുണ്ട്. അപ്പം ഒരു 2 വർഷമായിട്ട് മോൾഡോവയിലേക്ക് ഡെൻറ്റിസ്ട്രി ശാഖയിൽ ഇന്ത്യൻ സ്റ്റുഡൻസിനുള്ള പ്രവേശനം അവർ കട്ട് ചെയ്തിരിക്കുന്നു. കാരണം ഇപ്പോൾ അത് കാലിഫോർണിയ ഡെൻ്റൽ കൗൺസിലിൻ്റെ അപ്രൂവലോടെയാണ് ഈ ഡെൻറ്റിസ്ട്രി ഇപ്പം പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയിൽ പെർമനൻ്റ് റെസിഡൻസ് ഉള്ളവർക്ക് മാത്രമേ ഡെൻറ്റിസ്ട്രിയിൽ മോൾഡോവയ്ക്ക് പ്രവേശനമുള്ളൂ. അതേസമയം ഫാർമസി ശാഖയിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിന് പ്രവേശനമുണ്ട്.
അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇപ്പോൾ 2 ശാഖകൾ അവിടെയുണ്ട്. ഫാർമസി പഠിക്കാം, അതല്ലെങ്കിൽ മെഡിസിൻ പഠിക്കാം. ബട്ട് ഡെന്റിസ്ട്രി അവിടെ സാധിക്കില്ല. ഓക്കെ. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ചില എഗ്രിമെൻറ്റ്സിൻ്റെ കുറച്ച് ന്യൂസ് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു യൂണിവേഴ്സിറ്റിയും കേരള ഗവൺമെൻറ്റും തമ്മിലുള്ള എഗ്രിമെൻറ്റ്സ് എന്താണ്? യെസ്, വളരെ ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മലയാളി പാരൻസിനെ സംബന്ധിച്ച് ഒരു വളരെ നല്ല ഡെവലപ്മെൻറ്റാണ് ഈ മോൾഡോവയും കേരള ഗവൺമെൻറ്റുമായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 വർഷം മുമ്പ് മോൾഡോവ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഡയറക്ടറും അവിടുത്തെ ഒരു ടീം ഓഫ് പ്രൊഫസേഴ്സും കേരളം വിസിറ്റ് ചെയ്യുകയുണ്ടായി. അവർ വന്നത് നമ്മുടെ ക്ഷണമനുസരിച്ചാണ്, ഗവൺമെൻറ്റിൻ്റെ ക്ഷണമനുസരിച്ചാണ്. അവർ നമ്മുടെ ആരോഗ്യമന്ത്രിയായ ശ്രീമതി ഷൈല ടീച്ചറായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായും പല റൗണ്ട് മീറ്റിംഗ്സ് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായി മോൾഡോവയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ, അവരെ ലാസ്റ്റ് ഇയറാണ് ഇൻറ്റേൺഷിപ്പ് വരുന്നത്, അത് 1 വർഷമാണ് ഇൻറ്റേൺഷിപ്പ്. ആ ഇൻറ്റേൺഷിപ്പിൻ്റെ 6 മാസം കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേരള ഗവൺമെൻറ് ഈ ഒരു പ്രൊപ്പോസൽ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. അത് പാസ്സായി വരികയാണെങ്കിൽ ഇതിലും നല്ലൊരു ന്യൂസ് നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾക്ക് കിട്ടാനില്ല. കാരണം അവർ അവിടെ 5.5 വർഷം മാത്രമാണ് മോൾഡോവയിൽ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്ക് വന്ന് അവിടുത്തെ ഹൗസ് സർജൻസിയുടെ പകുതി ഭാഗം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു ബെനിഫിറ്റാണ്. ഇത് കൂടാതെ നമ്മുടെ തനതായിട്ടുള്ള വൈദ്യ ചികിത്സാ രംഗമാണ് ആയുർവേദം. ആയുർവേദ പഠനശാഖ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ പ്രാമുഖ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ്. അപ്പോൾ ആയുർവേദം അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മോൾഡോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആയുർവേദ സ്റ്റഡീസിൻ്റെ ഒരു ശാഖ നമ്മൾ തുടങ്ങാനായിട്ട്, നമ്മളുടെ അസോസിയേഷനോടെ അവർ തുടങ്ങാനായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിലുള്ള വിദ്യാർത്ഥികൾക്ക് ആയുർവേദം പഠിക്കാനായിട്ട് കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ് ഇതിലൂടെ അവർക്ക് തുറന്നു കിട്ടുന്നത്. ഇതെല്ലാം സാധ്യമായത് മലയാളികളായിട്ടുള്ള ഏകദേശം 600ഓളം സ്റ്റുഡൻസ് ഇന്ന് ക്യാമ്പസിലുള്ളത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും അകലെയുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 600ഓളം മലയാളി സ്റ്റുഡൻസ് പഠിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്കഷന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പ്രിയങ്കരിയായ ആരോഗ്യമന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചർ മോൾഡോവ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുകയും ഈ നിപ്പ എന്ന ഒരു വലിയ മഹാമാരി കേരളം പിടിച്ചു കെട്ടിയതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രശംസയുമായി മോൾഡോവ യൂണിവേഴ്സിറ്റിയുടെ ഒരു അവാർഡ് അവർ സ്വീകരിക്കുകയുണ്ടായി. ഇതിനേക്കാളൊക്കെ വലുത് ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മോൾഡോവ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയാണ്. അതെ, അപ്പോൾ ഇത്രയും നല്ല റിലേഷൻസാണ് കേരള ഗവൺമെൻറ്റും മോൾഡോവ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ളത്. അപ്പോൾ മോൾഡോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഈ 2 ഗവൺമെൻറ്റുകളുടെയും കൂടിയുള്ളൊരു ഒത്തായ ചില പരിശ്രമങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തികച്ചും വളരെ നല്ല ഔട്ട്പുട്ടായിരിക്കും തരിക. അപ്പോൾ ഈ MBBS കോഴ്സിൻ്റെ മോഡ് ഓഫ് ലാംഗ്വേജ് എന്താണ് വരുന്നത്, ടീച്ചിങ് ലാംഗ്വേജ്? തീർച്ചയായും ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് അല്ലാതെ മറ്റൊരു ഭാഷയിൽ പുറത്തുപോയി പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഭാഗ്യവശാൽ മോൾഡോവ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രാഥമികമായും ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് റൊമേനിയൻ ലാംഗ്വേജാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ വർഷം റൊമേനിയൻ ലാംഗ്വേജ് കൂടി അഡീഷണലായിട്ട് കുട്ടികൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു വിദേശത്തെ മെഡിസിൻ പഠിക്കുമ്പോൾ ഒരുപക്ഷെ പഠന സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ ചെയ്യാൻ സാധിച്ചെങ്കിലും 4-ാം വർഷം മുതൽ ഇവർ ചിലവഴിക്കേണ്ടത് ഹോസ്പിറ്റലിലാണ്. മോൾഡോവ ഈ യൂണിവേഴ്സിറ്റിയിൽ പേഷ്യൻസ് എപ്പോഴും
മോൾഡോവൻ ജനതയായിരിക്കുള്ളൂ. അവരുടെ സംസാരം റൊമേനിയൻ ലാംഗ്വേജാണ്. അപ്പോൾ അല്പം ഭാഷ സ്കില്ലില്ലാതെ ഒരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആ സ്റ്റുഡൻറ്റിന് ലഭിക്കില്ല. പക്ഷേ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ സയൻസായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലാണ്. അതേസമയം അവരുടെ സോഷ്യൽ ലൈഫിന് വേണ്ടുന്ന, ഇൻട്രാക്ഷന് വേണ്ടുന്ന ലാംഗ്വേജ് അത് റൊമേനിയൻ ലാംഗ്വേജ് അവർ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് അവരെ പഠിപ്പിക്കുന്നു. പക്ഷെ അത് കുട്ടികൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. അത് വളരെ സിമ്പിൾ ഫോം ഓഫ് ബേസിക് ലാംഗ്വേജ്, ആൽഫബറ്റ്സ്, ചില വേർഡ്സ്, മെഡിക്കൽ ടെർമിനോളജീസ്. ഇതുകൂടാതെ ലാറ്റിൻ ഭാഷയുടെ ചില ഭാഗങ്ങൾ കൂടി കാരണം ലാറ്റിൻ ഭാഷയും മെഡിക്കൽ സയൻസായിട്ട് വല്ലാതെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ലാറ്റിൻ ഭാഷയിലെ പല മെഡിക്കൽ ടെർമിനോളജീസും വിദ്യാർത്ഥികൾ അവിടെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാമാണ് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ. മോൾഡോവയുടെ കാലാവസ്ഥ അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. മോൾഡോവ എന്ന് പറയുന്നതൊരു ഈസ്റ്റ് യൂറോപ്യൻ രാജ്യമാണ്. പൊതുവേ ഒരു തണുത്ത കാലാവസ്ഥയാണ് മോൾഡോവയിലുള്ളത്. പ്രത്യേകിച്ചും വിൻ്റർ സീസണിൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ സീസണുകളിൽ നല്ല തണുപ്പ് അവിടെ അനുഭവപ്പെടും. ചിലപ്പോൾ തണുപ്പ് -25 വരെയെല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം നമ്മുടെ കുട്ടികൾ വളരെ വേഗത്തിൽ ഈ പുതിയ ക്ലൈമറ്റുമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യാതൊരു രോഗങ്ങളും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രോബ്ലംസും ഈ തണുപ്പ് കൊണ്ട് ആരും ഇതേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം അതൊരു സ്റ്റുഡൻസ് എൻജോയ് ചെയ്യുന്നതാണ് പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ തണുത്ത കാലാവസ്ഥ. ബാക്കിയുള്ള 6 മാസം അല്ലെങ്കിൽ 7 മാസം വളരെ സൗകര്യമുള്ള, വളരെ ഭംഗിയുള്ള ക്ലൈമറ്റും സുഖകരമായിട്ടുള്ള ക്ലൈമറ്റാണ് ബാക്കിയുള്ള മാസങ്ങളിൽ നമുക്കവിടെ ലഭിക്കുന്നത്. മോൾഡോവ എന്ന രാജ്യത്തെക്കുറിച്ചും മോൾഡോവ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അഡ്മിഷൻ ഫോർമാലിറ്റീസ് എന്തെല്ലാമാണ്, അതുമാത്രമല്ല അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു, അവിടുത്തെ ഹോസ്റ്റലിനെക്കുറിച്ച് സംസാരിച്ചു, ഫീസിനെക്കുറിച്ച് സംസാരിച്ചു. ഫീസ് എന്ന് പറഞ്ഞത് ആദ്യത്തെ വർഷം 4000 യൂറോയും തുടർന്നുള്ള വർഷങ്ങളിൽ 4300 യൂറോയുമാണ് ഒരു വിദ്യാർത്ഥി ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടത്. ഞാനൊന്ന് സമ്മറി ആയിട്ട് പറയുകയാണ്. ഏകദേശം $150 മുതൽ $200 വരെയാണ് അവിടുത്തെ ഭക്ഷണ ചിലവായിട്ട് വരുന്നത്. ഹോസ്റ്റൽ ഫീസായിട്ട് ഒരു വർഷത്തേക്ക് അടയ്ക്കേണ്ടത് 2000 യൂറോയാണ്. ഓക്കെ, ഇതെല്ലാമാണ് പ്രാഥമികമായിട്ടുള്ള ചിലവുകൾ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ഇന്ത്യയിൽ മെഡിക്കൽ സ്റ്റഡീസിനുള്ള അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് മോൾഡോവ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അതിൻ്റെ വെബ്സൈറ്റിൽ പോവുക. ഒത്തിരി റിവ്യൂസ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും കേരള ഗവൺമെൻറ്റുമായിട്ടുള്ള നല്ലൊരു റിലേഷൻ ഉള്ളതുകൊണ്ടും ഒരു എഗ്രിമെൻറ്റ് ഇൻ പ്രോഗ്രസ് ആ ഒരു സ്റ്റേജിലുള്ളതുകൊണ്ടും ഫെബ്രുവരിയിൽ പുതിയൊരു ബാച്ച് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് കൊണ്ടും ഈ വർഷം MBBS പ്രവേശനം ലഭിക്കാത്ത സ്റ്റുഡൻസ് നവംബർ ഡിസംബർ പീരീഡിൽ എഡ്യൂക്കെയർ ഇൻ്റർനാഷണലെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടുന്ന പ്രവേശനവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടുന്ന ഗൈഡൻസും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതോടുകൂടി എഡ്യൂഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം. അബുദാബി 24/7 ചാനലിൽ എഡ്യൂഫോക്കസ്. അബുദാബി 24/7 അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.